ഹലോ വെൽക്കം ബാക്ക് മുത്തുമണീസ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഞാൻ ഒന്നല്ല, ഒരു പാചകം പാചകം മാത്രമല്ല നിങ്ങൾ കേട്ടിട്ടുള്ളൂ, ഒരു പാചകം കൂടെ ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ ഇന്ന് കൂട്ടുകറി ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. ആദ്യമായിട്ട് നമ്മുടെ ചാനലിലൊക്കെ ആരെങ്കിലും കയറി കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വലിയൊരു പച്ചക്കായ ആട്ടോ എടുത്തിട്ടുള്ളത്. കൂട്ടുകറിക്ക് എല്ലാവർക്കും അറിയാം, പക്ഷേ ഞാൻ എന്താ പറയുക, ഓണസദ്യ കഴിച്ച മുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് കൂട്ടുകറി. അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ വമ്പയറാട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. നമ്മൾ കൂടുതൽ കൂട്ടുകറിക്ക് കടല എടുക്കുക, പക്ഷെ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പയറെടുത്തിട്ടുള്ളത്. അതായത് കടല വെള്ളത്തിലിട്ടായി കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. പെട്ടെന്നുള്ള ഒരു ഇതാണ് കേട്ടോ കൂട്ടുകറി ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അതിക്ക് വേണ്ട പച്ചക്കായ ഞാനിതാ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തതാട്ടോ. അപ്പോൾ ജസ്റ്റ് ചെറുതാക്കി സ്ലൈസ് ആക്കി എടുത്തതാട്ടോ. കൂട്ടുകാരിക്ക് എപ്പോഴും നമ്മൾ ചേന ആയാലും എന്താ പറയുക പഴമായാലും നല്ല ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം, വലുതാക്കി എടുക്കാൻ പറ്റൂല. അപ്പോൾ ചേന ഇതാ അതിൻ്റെ എന്താ പറയുക തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നിങ്ങളെ കാണിച്ച് തരികയാണ്. അപ്പോൾ അതും ഇതുപോലെ പഴം പോലെ തന്നെ നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്ത് നന്നാക്കി ചെറിയ പീസാക്കി ഞാനിതാ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്നിട്ട് രണ്ടും കൂടെ ഒരു പാത്രത്തിലിട്ടിട്ട് മിക്സ് ചെയ്യാൻ പോവുകയാണ്. രണ്ടും ഒരേ രീതിയിലായിരിക്കണം കേട്ടോ കട്ട് ചെയ്യാൻ. അപ്പോൾ രണ്ടും ഒരേ രീതിയിൽ ഞാൻ കട്ട് ചെയ്തിട്ട് അത് രണ്ടും കൂടെ മിക്സ് ചെയ്തു നമുക്കൊരു പാത്രത്തിലിട്ട് ഇനി വേവിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു. അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു കാര്യം തന്നെ കുറച്ച് സമയം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു വലുപ്പം കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ അറിയാത്തവരൊന്നും ഉണ്ടാവില്ല, കൂട്ടുകറിയൊക്കെ ഉണ്ടാക്കാൻ അറിയാത്തവരെന്നാലും ഉണ്ടാക്കിക്കോളൂ ആഗ്രഹം ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മളിതാ ഒരു ചട്ടി എടുത്തിട്ട് നമ്മൾ ആ പഴവും ചേനയും മിക്സാക്കി വെച്ചത് ഇതിലേക്ക് തട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ റൈറ്റ് കയ്യിൽ ഫോണും ലെഫ്റ്റ് കൈ കൊണ്ട് എടുക്കുന്നതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തെല്ലാം കൂടെ തട്ടാ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാണ് കേട്ടോ. ഇങ്ങനെ കുറേശ്ശെ കാണിക്കുന്നതിനേക്കാളും അങ്ങനെ ലെങ്ത്ത് കൂടുകയല്ലോ വീഡിയോൻ്റെ. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിക്ക് ബാക്കി വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടിയാണ്. നമ്മുടെ ആവശ്യത്തിന് നമ്മൾ എടുക്കുന്ന ഒരു ക്വാണ്ടിറ്റി എത്രയാണോ, പഴയായാലും ചേനയായാലും എത്ര ക്വാണ്ടിറ്റി ഉണ്ട് അതിനനുസരിച്ചുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കുക. ഒരുപാട് വേണ്ട എന്നുള്ളതാണ്. മുളക് പൊടിയൊന്നും ഒരുപാട് കൂട്ടുകറിക്ക് വേണ്ട, പിന്നെ കുറച്ചൊരു എരിവിന് മാത്രം കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൈറ്റ് കയ്യിൽ ഫോണാണ് കേട്ടോ, ലെഫ്റ്റ് കൈ കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ടുണ്ട്, ഇളക്കാൻ പോലും പറ്റണില്ല കേട്ടോ. അതാണ് കേട്ടോ, ഒന്നും വിചാരിക്കരുത്. വീണ്ടും പറയുകയാണ്, ജസ്റ്റ് നിങ്ങളെ കാണിച്ച് തരണലെല്ലാം എങ്ങനെയാണ് ചെയ്യണമെന്നുള്ള അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ. വീണ്ടും പറയുകയാണ്, കൂട്ടുകാരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇനി പറയുന്നവരും കണ്ടോളൂ, സപ്പോർട്ട് ചെയ്തോളൂ, ലൈക്ക് അടിച്ചോളൂ. അപ്പോൾ ഞാനതൊക്കെ കൂട്ടുകാരെയൊക്കെ മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടെ അതിലേക്ക് വേണം കേട്ടോ. നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേണം ലാസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, മറന്നിട്ടുണ്ട്, ഉപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് വെന്തതിന് ശേഷം നമ്മൾ തേങ്ങ ഒക്കെ ഇട്ട് കൊടുക്കുന്നതിന് മുൻപേ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. കാരണം ഉപ്പ് കൂടിയാൽ ഒരു ഫുഡും ഒരു രസവും ഉണ്ടാവില്ല. കൂട്ടുകറിന്ന് മാത്രമല്ല, ഒരു ഫുഡും ഉപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ, ഉപ്പില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവില്ല, ഉപ്പ് കൂടിയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നമുക്ക് നോക്കിയിട്ട് നമ്മുടെ പാകത്തിനനുസരിച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ഉപ്പിട്ട് കൊടുക്കുക. അപ്പം ഞാൻ റൈറ്റ് കൈയിട്ട് തന്നെ ലാസ്റ്റ് ഇളക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിതാ ചട്ടിയിലേക്ക് വെച്ചു, അത് ക്ലോസ് ചെയ്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പില്ല. പിന്നെ വീഡിയോ എടുത്തതിൽ എന്തൊക്കെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ, ക്ഷമിക്കണം. വീഡിയോ ഞാനൊരു എന്താ പറയുക ഇങ്ങനെ എങ്ങനെയാണ് പറയുക, ചെരിച്ച് പിടിച്ചിട്ടാണ് വീഡിയോ എടുത്തത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, സോറി. അടുത്തതിൽ നമുക്ക് നന്നാക്കാം. പിന്നെ ഞാനിതാ പയർ വെള്ളത്തിൽ നിന്ന് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു 2-3-4 വിസിൽ വേണ്ടി വരും. കാരണം പയർ ശരിക്കും ഇങ്ങോട്ട് വെള്ളത്തിൽ കിടന്ന് കുതിർന്നിട്ടില്ല, കുറച്ചും കൂടെ കുതിരാനുള്ള. അതുകൊണ്ട് തന്നെ നമുക്കൊരു 4 വിസിൽ വന്നതിൻ്റെ ശേഷം എന്ത് ചെയ്യുക, ഓഫ് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ കുറച്ച് പയറൊക്കെ എടുത്തിട്ടുണ്ട്, അത് ഞാൻ കുക്കറിൽ വെച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ നമ്മുടെ ചേനയും പഴവും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ തേങ്ങ അരപ്പ്, ഇതിലേക്ക് കുറച്ച് അരപ്പ് വേണമല്ലോ. അപ്പോൾ ആ അരപ്പ് ഉണ്ടാക്കാൻ ഒരു പിടി 1.5 പിടി തേങ്ങ കേട്ടോ എടുത്തിട്ടുള്ളത്. അത് മതി, കാരണം നമ്മൾ ഇനി വറുത്തിട്ട് കൊടുക്കുമല്ലോ. പിന്നെ അതിക്ക് ചെറിയ ജീരകം
ചെറിയ ജീരകവും കുറച്ച് അതും വേണം. കാരണം നമ്മൾ വെജിറ്റബിൾക്കൊക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചെറിയ ജീരകം നല്ല ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ അത് ഞാൻ അരച്ച അരപ്പ് എന്ത് ചെയ്യാണ്, ഇത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ചേനയും പഴവും വെന്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷം വെന്തതിന് ശേഷമാണ് ഞാൻ ഈ അരപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരുപാട് വേണ്ട കേട്ടോ, കാരണം നമ്മൾ തേങ്ങ ഇനി വറുത്തിടാനുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് തേങ്ങ ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മൾ അതൊക്കെ റെഡിയാക്കി മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്ന പയറ് വെന്തു. ഞാൻ എന്ത് ചെയ്തു, ആ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കടലയാണ് കൂടുതൽ ആളുകൾ ഇടാറുള്ളത് കേട്ടോ. നിങ്ങൾ പയറ് കാണുമ്പോൾ അത്ഭുതപ്പെടേണ്ട, ഇതും ഇടും. കടല ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആവും. ഇതും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, ഇല്ല എന്നല്ല. പിന്നെ നമ്മൾ ഇടുന്നത് അച്ചുവെല്ലാണ് കേട്ടോ. 2 അച്ചുവെല്ലത്തിൻ്റെ അടുത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 2 അച്ചുവെല്ലം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നന്നായി പൊടിച്ചു. നമ്മൾ ഈ തേങ്ങ ഒക്കെ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു പാൻ വെച്ചിട്ട് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി, വീഡിയോയിൽ വിട്ടുപോയതാണ്. ആ വെളിച്ചെണ്ണയ്ക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതാ വറ്റൽമുളക്, 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നത്. എരിവ് അധികം വേണ്ട ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്ത് അതിൻ്റെ ശേഷം നമ്മൾ തേങ്ങ ഇട്ടിട്ട് ഈ ഒരു ഇതിൽ തന്നെയാണ് വറുത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒരു അരമുറി തേങ്ങ ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങ ഒരുപാട് വേണമെന്നില്ല, പക്ഷേ നമ്മൾ വറുത്തെടുക്കുമ്പോൾ തേങ്ങ ഒന്ന് ചുരുങ്ങി പോകും. അപ്പോൾ ഒരു അരമുറി തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ടി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നന്നായി വറുത്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം, തീയിട്ടിട്ട് വേണം നമ്മൾ ഇത് തേങ്ങ വറുത്തെടുക്കുക കേട്ടോ. കാരണം പെട്ടെന്ന് തേങ്ങ ഓവർ ഇതിലായി കഴിഞ്ഞാൽ, ഫ്ലെയിമിലായി കഴിഞ്ഞാൽ അങ്ങനെ അടി പിടിച്ച് പെട്ടെന്ന് കരിയും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ആ ഒരു ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊക്കെ ഇങ്ങനെ ആക്കണം. അപ്പോൾ ഞാനിതിങ്ങനെ ആക്കിയെടുത്ത് നമുക്കൊരു ബ്രൗൺ കളറ്, ഒരു ഗോൾഡൻ കളറ് വരണം കേട്ടോ. ഗോൾഡൻ കളർ ആകുമ്പോഴാണ് നമ്മുടെ തേങ്ങ സെറ്റ് ആവുക. ഏകദേശം ഞാൻ പറഞ്ഞ ആ ഒരു ഗോൾഡൻ കളറ് ആയിട്ടുണ്ട് കേട്ടോ. തേങ്ങ സെറ്റായി റെഡിയായി. ഇതും കൂടെ ഈ കൂട്ടുകറിയിലേക്ക് ഇട്ട് കൊടുത്താണ്ടല്ലോ നല്ല ഒരു എന്താ പറയുക, നല്ലൊരു സ്മെല്ലും കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു വറുത്ത തേങ്ങ ഇട്ടാലാണ് കൂട്ടുകറി പക്ക ഒരു അടിപൊളി ടേസ്റ്റ് കിട്ടാൻ പോവുക കേട്ടോ. ഇതിട്ടൊന്ന് നല്ല മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഒന്ന് കഴിച്ച് നോക്കണം മക്കളെ, നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോ. ഇനി ഉണ്ടാക്കുന്നവർക്ക് അറിയാനില്ല, എന്നെപ്പോലെ എപ്പോഴെങ്കിലൊക്കെ കൊല്ലത്തിലൊരിക്കൽ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാക്കി നോക്കിക്കോ, നല്ല ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഇന്ന് വീട്ടിൽ സാമ്പാർ വെച്ചപ്പോൾ ജസ്റ്റ് ഞാൻ കൂട്ടുകറിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കിയതാട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത്. നല്ലൊരു സ്മെല്ലുമാണ്, അതിലുപരി നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടുകറിയൊക്കെ മിക്സായി ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ടാറ്റ ബൈ.